ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ജാങ്കോയുടെ ടെംപ്ലേറ്റ് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കിയത്. ഇത് നമുക്ക് ഇന്ന് ടെംപ്ലേറ്റിന് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി കഴിഞ്ഞ പാർട്ട് ചെയ്ത ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം എന്താണ് നമ്മൾ ചെയ്തിരുന്നത് എന്നുള്ളത്. ഹലോ ജാങ്കോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിലൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ആപ്പിനകത്ത് നമ്മളൊരു വ്യൂ ഫംഗ്ഷൻ എഴുതിയിരുന്നു. views.py എന്ന് പറയുന്ന ഫയലിൽ നമ്മളൊരു ഫംഗ്ഷൻ എഴുതി, പ്രിൻറ്റ് ഹലോ. ഈ പ്രിൻറ്റ് ഹലോ ഒരു മൂവി ഡേറ്റ റിട്ടേൺ ചെയ്യുന്നു. മൂവി ഡേറ്റ ഡിക്ഷണറിയാണ്. ഇതിൻ്റെ കീ മൂവീസ് വാല്യൂ ആയിട്ടൊരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ കുറേ മൂവി ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു, hello.html. ആ ടെംപ്ലേറ്റിനകത്ത് നമ്മൾ അവിടുന്ന് പാസ് ചെയ്യുന്ന ഡിക്ഷണറിയിലെ, അതായത് നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടുന്ന് പാസ് ചെയ്യുന്ന ഡിക്ഷണറിയുടെ കീസ് ഇവിടെ വേരിയബിളായിട്ട് വരും എന്നുള്ളത്. ഇവിടെ കീ എന്ന് പറയുന്ന മൂവീസാണ്. അപ്പോൾ ഈ hello.html എന്ന് പറയുന്നത് മൂവീസിലെ ആ ലിസ്റ്റ് ഇവിടെ നേരെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ഐട്രേറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുന്നു. നമ്മൾ ഇത്രയാണ് ലാസ്റ്റ് എപ്പിസോഡിൽ നോക്കിയിരുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ടും 4 ടോപ്പിക്സുകളാണ്. ഒന്ന്, ജാങ്കോ എങ്ങനെയാണ് URL ഡീൽ ചെയ്യുന്നത്, URL ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്. പിന്നെ ഇൻക്ലൂഡ് ടാഗ്, ജാങ്കോ. അടുത്തത് ജാങ്കോ ടെംപ്ലേറ്റ് ഇൻഫറൻസ്. പിന്നീട് ജാങ്കോയിലെ സ്റ്റാറ്റിക് ഫയൽസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ഈ 4 ടോപ്പിക്സാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഓക്കെ, അതിനുവേണ്ടി ഞാനൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ് ജാങ്കോ അഡ്മിൻ സ്റ്റാർട്ട് പ്രൊജക്റ്റ്. പ്രൊജക്റ്റ് നെയിം മൂവി മാനേജർ എന്ന് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. മൂവി മാനേജർ എന്ന് പറഞ്ഞൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് പാർട്ടി നമ്മൾ പറഞ്ഞ പോലെ ഒരു ഡിഫോൾട്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റിനകത്തേക്ക് ഒരു പുതിയ ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിലേക്ക് കയറുന്നു. CD മൂവി മാനേജർ എന്ന് പറഞ്ഞ് പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിൽ കയറി അതിനുശേഷം ആപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് python manage.py സ്റ്റാർട്ട് ആപ്പ് നെയിം മൂവി DB അല്ലെ മൂവീസ് എന്ന് കൊടുത്തിരിക്കുന്ന ആപ്പ് നെയിം. ഓക്കെ, ഇപ്പോൾ പുതിയൊരു ആപ്പും ക്രിയേറ്റ് ചെയ്തു. മൂവീസ് എന്ന് പറഞ്ഞൊരു പുതിയ ആപ്പും ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മൂവി മാനേജറിൻ്റെ settings.py വരുന്നു. അവിടെ ഇൻസ്റ്റോൾഡ് ആപ്സിനകത്ത് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത ആപ്പിൻ്റെ നെയിം കൊടുത്തു, മൂവീസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഞാൻ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യുകയാണ്. അതിനുശേഷം ഇത് നേരെ ബ്രൗസറിലിടുന്നു. ഓക്കെ, ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് ടെംപ്ലേറ്റ് മാനേജ് ചെയ്ത് നോക്കിയിരുന്നു. നമുക്ക് കുറച്ച് ടെംപ്ലേറ്റ്സ്, അതായത് ഈ മൂവീസ് ആപ്പിന് വേണ്ടിയുള്ള കുറേ ടെംപ്ലേറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, ടെംപ്ലേറ്റ്സ്. ഓക്കെ, ഈ ടെംപ്ലേറ്റിനകത്ത് നമ്മളൊരു 3 ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒന്ന് list.html. ഓക്കെ, ഈ list.html വെറുതെ നമ്മളൊരു ടൈറ്റിൽ ടാഗ് കൊടുത്തിരിക്കുന്നു, ലിസ്റ്റ് മൂവീസ്. പിന്നെ പുതിയൊരു ടെംപ്ലേറ്റ് കൊടുത്തിരിക്കുന്നു, create.html. അതിന് നമ്മളൊരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു, ക്രിയേറ്റ്. പിന്നെ പുതിയൊരു ടെംപ്ലേറ്റ് ഇവിടെ കൊടുത്തു, edit.html. നമ്മളിപ്പോൾ 3 HTML ഫയലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ്, എഡിറ്റ്, ലിസ്റ്റ്. എഡിറ്റിനകത്തും നമ്മളൊരു ടൈറ്റിൽ കൊടുത്തു, എഡിറ്റ്. ഓക്കെ, ഇനി നമുക്ക് വ്യൂ ഫംഗ്ഷനിലേക്ക് ഈ ടെംപ്ലേറ്റ്സുകൾ റെൻഡർ ചെയ്യിക്കണം അല്ലേ. അതിനുവേണ്ടി നമ്മൾ നേരെ views.py അതിലൊരു 3 ഫംഗ്ഷനുകൾ എഴുതുവാണ്. ആദ്യത്തെ ഫംഗ്ഷൻ ഡെഫ് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി, റിക്വസ്റ്റ്. ഇതെല്ലാം ലാസ്റ്റ് പാർട്ട് നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ render create.html.
ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് റിക്വസ്റ്റ്. ഓക്കെ, അതായത് ക്രിയേറ്റ് ഫംഗ്ഷൻ്റെ ക്രിയേറ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ create.html കണ്ടൻറ്റ് റെൻഡർ ചെയ്യുന്നു, അത് അതിൻ്റെ റെസ്പോൺസായിട്ട് റിട്ടേൺ ചെയ്യുന്നു. പിന്നെ നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ എഴുതി ലിസ്റ്റ്. ഇവിടെ നമ്മൾ list.html റെൻഡർ ചെയ്യിക്കുന്നു. പിന്നെ എഡിറ്റ്, 3 വ്യൂ ഫംഗ്ഷനുകൾ നമ്മൾ എഴുതിയിരിക്കുകയാണ്. എഡിറ്റിൽ edit.html. ഓക്കെ, ഇപ്പം നമ്മൾ 3 ഫംഗ്ഷനുകൾ എഴുതി, 3 വ്യൂ ഫംഗ്ഷനുകൾ എഴുതി, ക്രിയേറ്റ്, ലിസ്റ്റ്, എഡിറ്റ്. അടുത്ത നമ്മൾ ഈ ഫംഗ്ഷനുകൾ, അതായത് ഈ ഫംഗ്ഷനുകളുടെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള URL ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുവേണ്ടി നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഇപ്പോൾ ഹലോ ജാങ്കോ പ്രോജക്റ്റ് നോക്കിയാൽ അറിയാം, നമ്മളൊരു urls.py എന്ന് പറയുന്നൊരു ഫയലിനകത്ത് അല്ലേ നമ്മളതിൻ്റെ മാച്ച് ചെയ്യുന്ന പാറ്റേണുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആ മാച്ച് ചെയ്യുന്ന ഏതാണോ URL സ്ട്രിങ് അതിന് എഗെയിൻസ്റ്റുള്ള വ്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ. ഇവിടെ നമ്മൾ ഇതേപോലെ നമ്മുടെ urls.py വരുന്നു. പക്ഷേ അതിനകത്ത് നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു പ്രോജക്റ്റിൽ നേരത്തെ നമ്മൾ എല്ലാ URLസും എഴുതിയത് നമ്മുടെ മെയിൻ ആപ്ലിക്കേഷനകത്ത്, അതായത് ഹലോ ജാങ്കോ എന്ന് പറയുന്ന മെയിൻ ആപ്പിനകത്ത് മാത്രമാണ് നമ്മൾ urls.py ഇട്ടിരുന്നത്. പക്ഷേ പ്രാക്ടിക്കലി ഒരു ജാങ്കോ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു തന്നെ മൾട്ടിപ്പിൾ ആപ്സ് ഉണ്ടാകും. ഓരോ ആപ്സിന് അഗെയിൻസ്റ്റും കുറേ URLകളും വരാം. അതായത് കുറേ വ്യൂ ഫങ്ഷൻസ് വരാം, കുറേ URLs വരാം. അങ്ങനെ വരുമ്പം അതെല്ലാം കൂടെ നമ്മുടെ അതായത് നമ്മുടെ മെയിൻ ആപ്പിനകത്ത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് റീഡബിൾ അല്ലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു ഫയലിൽ തന്നെ എല്ലാ URLsോടെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓരോ ആപ്പിന് അഗെയിൻസ്റ്റും അതിൻ്റെ URL ഇടും. അതായത് ഇപ്പോൾ മൂവി മാനേജറിന് മൂവീസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടെങ്കിൽ ആ മൂവീസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന URLകളെല്ലാം ഇതിനകത്തൊരു ഫയൽ ക്രിയേറ്റ്, മൂവീസിനകത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും urls.py. ഓക്കെ, എന്നിട്ട് അതിനകത്ത് മൂവീസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന URLകളെല്ലാം ഈ ഒരു ഫയലിൽ മാത്രം എഴുതും. അതിനുവേണ്ടി നമ്മൾ ചെയ്തത് നമ്മുടെ മെയിൻ ആപ്പിൻ്റെ urls.py കണ്ടൻറ്റ് അതേപടി കോപ്പി ചെയ്യുക. അഡ്മിൻ വേണ്ട നമുക്ക്, കാരണം അഡ്മിൻ മെയിൻ ആപ്പിൽ വരേണ്ടതാണ്. പിന്നെ ഇവിടെ ക്രിയേറ്റ്, ഓക്കെ, ആദ്യം നമ്മൾ വ്യൂ ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനകത്തൊന്ന് ക്രിയേറ്റിന് വേണ്ടിയുള്ള URL, അതുപോലെ എഡിറ്റ് ഫംഗ്ഷന് വേണ്ടിയുള്ള URL, പിന്നെ നമ്മൾ ലിസ്റ്റ് ഫംഗ്ഷനുള്ള URL. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഇത്രയാണ്. ആദ്യം വ്യൂസ് ഫയൽ ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഒരു ഫ്രം ഡോട്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിന് റീസൺ ഇത്രയേ ഉള്ളൂ, ഇമ്പോർട്ട് ചെയ്യുന്നത് ആ സെയിം മൊഡ്യൂളിലേക്ക് തന്നെയാണ്. അതായത് ഇപ്പം urls.py കിടക്കുന്ന അതേ മൊഡ്യൂളിൽ തന്നെ കിടക്കുന്ന വേറെ ഫയലാണ് views.py. അപ്പോൾ നമുക്ക് ഫ്രം സ്പേസ് ഡോട്ട് എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കാൻ പറ്റും. അതായത് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഫ്രം മൂവീസ് ഇങ്ങനെ പാത്ത് പറഞ്ഞിട്ടായിരിക്കും. അതായത് നമ്മൾ നേരത്തെ പ്രൊജക്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, അവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുണ്ട്, ഫ്രം ഹലോ ആപ്പ് ഇമ്പോർട്ട് വ്യൂസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇത് രണ്ടും സെപ്പറേറ്റ് മൊഡ്യൂളിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ മൊഡ്യൂൾ നെയിം സ്പെസിഫൈ ചെയ്തിരിക്കുന്നു. ഒരേ മൊഡ്യൂൾ ആയതുകൊണ്ട് നമുക്ക് ഫ്രം ഡോട്ട് എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കാം. ഓക്കെ, വ്യൂസ് ഡോട്ട് ക്രിയേറ്റ്. അതിനുശേഷം നമ്മൾ 3 URL പാറ്റേൺസ് എഴുതി ക്രിയേറ്റ്, എഡിറ്റ്, ലിസ്റ്റ്. അതിന് എഗെയിൻസ്റ്റ് എന്ത് ഫംഗ്ഷനാണ് ക്രിയേറ്റിന് എഗെയിൻസ്റ്റ് വ്യൂസ് ഡോട്ട് ക്രിയേറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, എഡിറ്റിന് എഗെയിൻസ്റ്റ് വ്യൂസ് ഡോട്ട് എഡിറ്റ്, ലിസ്റ്റിന് എഗെയിൻസ്റ്റ് വ്യൂസ് ഡോട്ട് ലിസ്റ്റ്. ജാങ്കോ പ്രോജക്റ്റിൽ എപ്പോഴും നമ്മുടെ ഒരു മെയിൻ ആപ്പിലെ urls.py URL പാറ്റേൺ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഏതൊക്കെ ആപ്പുകളിൽ URLകൾ ക്രിയേറ്റ് urls.py, ഇപ്പോൾ നമ്മളിവിടെ മൂവീസിനകത്ത് urls.py എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു.
വേറെ ഏതൊക്കെ ആപ്പുകളിൽ urls.py ക്രിയേറ്റ് ചെയ്താലും അതെല്ലാം നമ്മൾ ഈ മൂവി മാനേജറിന് ഈ മെയിൻ ആപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നേരെ യൂസ് ചെയ്യുന്നതാണ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. അത് ഇൻക്ലൂഡ് ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യുക. അത് django.urlsനകത്തുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ പാത്ത് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ഇൻക്ലൂഡിനകത്ത് നമുക്ക് ഏത് URLs ആണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതൊരു സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ മൂവീസ് ആപ്പ് നെയിം .urls ഓക്കെ, ഇത്രയും. അതായത് urls.py നമ്മൾ മൂവീസിനകത്ത് urls.py ക്രിയേറ്റ് ചെയ്തു. ആ urls.py നമ്മൾ ക്രിയേറ്റ് എഡിറ്റ് ലിസ്റ്റിനുള്ള URL പാറ്റേണുകൾ എഴുതി. അതിന് എഗെയിൻസ്റ്റ് നമുക്ക് ഏത് ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് എഴുതിയിട്ടുണ്ട്. നമ്മൾ നേരെ അതൊന്ന് റൺ ചെയ്യുകയാണ്. ഇതിൽ നേരെ ക്രിയേറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ഓക്കെ settings.pyയിൽ നമ്മളൊരു കാര്യം വിട്ടുപോയി. ഇവിടെ ഇഷ്യൂ വന്ന ഇതാണ്, ടെംപ്ലേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആ ടെംപ്ലേറ്റിൻ്റെ ഡയറക്ടറി ആണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതായത് settings.pyയിൽ ടെംപ്ലേറ്റ്സിൽ ചെന്നിട്ട് നമ്മൾ ചെക്ക് ടെംപ്ലേറ്റ്സ് ക്രീപ്പ് ചെയ്യുന്ന ഡയറക്ടറി നെയിം ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ക്രിയേറ്റ് കൊടുത്താൽ ക്രിയേറ്റ് വരുന്നു, എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് എന്ന് വരും, ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് എന്ന് വരും. ഓക്കെ, നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, വെബ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ URL ഒക്കെ ഇങ്ങനെ നമ്മൾ ബ്രൗസറിൽ യൂസർ എൻ്റർ ചെയ്തിട്ടല്ല മാനേജ് ചെയ്യുന്നത്. അതിന് പകരം ഹൈപ്പർ ലിങ്കുകളായിരിക്കും. ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒരു ഹൈപ്പർ ലിങ്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ആ href അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ URL വർക്ക് ആവുമായിരിക്കും ചെയ്യുന്നത്, അല്ലേ? അടുത്തായിട്ട് ജാങ്കോയിൽ എങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ ഒരു പേജ് റീഡയറക്ഷനൊക്കെ മാനേജ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു 3 ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. href ഇതിൻ്റെ അകത്ത് ഞാൻ ക്രിയേറ്റ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഞാനൊരു 3 ഹൈപ്പർ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു href ടാഗ്, ഇത് നിങ്ങൾ HTML-നകത്ത് നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ലിങ്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് UL ടാഗും ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ 3 ഹൈപ്പർ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ്, എഡിറ്റ്, ലിസ്റ്റ്. അത് നേരെ നമ്മുടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ടെംപ്ലേറ്റിനകത്ത് ഇട്ടു. അത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ hrefനകത്ത് നമ്മൾ അഡ്രസ്സ് ഒന്നും കൊടുത്തിട്ടില്ല, URL അഡ്രസ്സ്. സാധാരണ നിങ്ങൾ href നിങ്ങൾ HTML നോക്കുന്ന സമയത്ത് ഹൈപ്പർ ലിങ്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടാവും. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് യൂസർക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട സ്ട്രിങ് ആണ്. പിന്നെ href എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത് ഏത് അഡ്രസ്സ്, ഏത് URL ആണ് ഓപ്പൺ ആവേണ്ടത്. അതായത് യൂസർ ഈ ക്രിയേറ്റിൽ ക്ലിക്ക് അല്ലെങ്കിൽ ഈ ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് URL ആണ് ഓപ്പൺ ആവേണ്ടതെന്നുള്ളത് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ജാങ്കോയിൽ നമ്മൾ ഈ URL മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ urls.py വരിക. അതായത് നമ്മുടെ URL എഴുതുന്നിടത്ത് വരിക. ഇവിടെ നമ്മൾ ജസ്റ്റ് അതായത് ഈ URL ഒന്ന് നെയിം ചെയ്യുക. ഓക്കെ, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അതായത് നമ്മൾ ഈ പാറ്റേണിന് ഒരു ആർഗ്യുമെൻ്റ് കൂടെ കൊടുത്തു, നെയിം ഈക്വൽ ടു ക്രിയേറ്റ്.
ഇവിടെ നെയിം ഈക്വൽ ടു എന്ത് ഇഷ്ടമുള്ള നമുക്കൊരു മീനിങ് ഫുള്ളായിട്ടല്ലേ മനസ്സിലാക്കാവുന്ന ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അല്ലാതെ ഇവിടെ കൊടുക്കുന്ന അതേ പേര് തന്നെ ഇവിടെ കൊടുക്കണം എന്നില്ല. ഓക്കെ, അതായത് നമുക്ക് URLനെ എല്ലാം ഒന്ന് നെയിം ചെയ്യണം. ക്രിയേറ്റിൻ്റെ അവിടെ ഞാൻ നെയിം ക്രിയേറ്റ് എന്നിട്ടു, എഡിറ്റിൻ്റെ അവിടെ നെയിം എഡിറ്റ് എന്നെടുത്തു, ലിസ്റ്റിൻ്റെ അവിടെ നെയിം ലിസ്റ്റ് എന്നെടുത്തു. അതിനുശേഷം നമ്മൾ create.html വരിക. ഈ create.html നമ്മൾ ഹൈപ്പർ ലിങ്കിൻ്റെ അവിടെ ജസ്റ്റ് URL ക്രിയേറ്റ്, അതായത് നമ്മൾ അവിടെ കൊടുത്ത നെയിം കൊടുക്കുക, സേവ് ചെയ്യുക. അതുപോലെ ഈ അടുത്ത hrefൻ്റെ അവിടെ ഹൈപ്പർ ലിങ്കിൻ്റെ അവിടെ URL എഡിറ്റ്, ഇവിടെ URL ലിസ്റ്റ്. ഓക്കെ, create.html-നകത്ത് നമ്മൾ ഒരു URL എന്ന് പറഞ്ഞൊരു ടാഗ് യൂസ് ചെയ്തിരിക്കുകയാണ്. ആ URL ടാഗിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ അവിടെ കൊടുത്ത, അതായത് urls.py കൊടുത്തിരിക്കുന്ന നെയിം ഏതായിരുന്നു, ആ URL പാറ്റേണിന് കൊടുത്തിരുന്ന നെയിം ഏതാണോ ആ നെയിം എഴുതിയിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഇപ്പം നേരെ എഡിറ്റേ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് വരുന്നു, ലിസ്റ്റേ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിസ്റ്റ് വരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ഇൻസ്പെക്ട് ചെയ്തതെന്ന് നോക്കാൻ അറിയാം, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ എന്ത് URL ആണോ വരേണ്ടത് ആ URL അവിടെ വന്നിട്ടുണ്ട്. അവിടെ ലൊക്കേറ്റ് ചെയ്യാനുള്ള URL ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ടെംപ്ലേറ്റിനകത്ത് ഒരു URL കൊണ്ടുവരാൻ വേണ്ടി ജസ്റ്റ് ഈ URL ടാഗ് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ URL പാറ്റേണിൽ കൊടുത്തിരിക്കുന്ന നെയിം ഏതാണോ ആ നെയിം ഇവിടെ പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻക്ലൂഡ് ടാഗാണ്. ഇൻക്ലൂഡ് ടാഗ് എന്താണെന്ന് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഈ ഒരു ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ക്രിയേറ്റ് എഡിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ മെനു നമ്മുടെ ഈ ക്രിയേറ്റ് ഫംഗ്ഷൻ, അതായത് ക്രിയേറ്റിനകത്ത് മാത്രമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, ലിസ്റ്റിനകത്ത് ഇട്ടിട്ടില്ല, എഡിറ്റിനകത്ത് ഇട്ടിട്ടില്ല. നമുക്കിതിന് മൂന്നിലും കോമൺ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കണമെങ്കിൽ നമ്മളിപ്പം ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണു, menu.html. ഓക്കെ, അതിൽ ഈ ഒരു സെക്ഷൻ മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നു, അത് സേവ് ചെയ്തിരിക്കുന്നു. menu.html എന്ന് പറഞ്ഞ പുതിയൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് നമ്മൾ മെനു മാത്രം എഴുതി. മെനു ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻക്ലൂഡ് ടാഗ് യൂസ് ചെയ്യുന്നു. അതിന് വേണ്ടി ഇൻക്ലൂഡ് menu.html. ഓക്കെ, ക്രിയേറ്റിനകത്ത് വെറുതെ ഇൻക്ലൂഡ് menu.html എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സെയിം, അതായത് menu.html-ലെ കണ്ടൻറ്റ് നേരെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് എഡിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ വെറുതെ എഡിറ്റിനകത്ത് include.html കൊടുക്കാം. ലിസ്റ്റിനകത്ത് വേണമെങ്കിൽ വേറെ ഏതൊക്കെ ഫയൽസിലും നമുക്ക് ഈ ഫയൽ, അതായത് മെനുവിലെ കണ്ടൻറ്റ് ഇൻക്ലൂഡ് ചെയ്യിക്കണമെങ്കിലും നമ്മൾ വെറുതെ ഓക്കെ ആ ഫയൽ ഏത് ഫയലാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അവിടെ ഇൻക്ലൂഡ് ആ ഫയൽ നെയിം കൊടുത്താൽ മതി. ഇൻക്ലൂഡ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടെംപ്ലേറ്റിലേക്ക് വേറെ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ഫയൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻക്ലൂഡ് ടാഗ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു ടെംപ്ലേറ്റിനകത്ത് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ഫയൽസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, എത്ര എണ്ണം വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത് തന്നെ വീണ്ടും ഇൻക്ലൂഡ് ഒന്നുകൂടെ വേണമെങ്കിൽ എഴുതാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇൻക്ലൂഡൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ഒരു പ്രൊജക്റ്റിൽ എവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ടെംപ്ലേറ്റ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ പോർഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ചെയ്തിരുന്നത്. നമുക്ക് അതായത് വീണ്ടും റിപ്പീറ്റായിട്ട് ഒരു ഫയലിൽ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെനു ആണെങ്കിൽ ആ മെനു നമ്മൾ ഒന്ന് ഡിസൈൻ ചെയ്തു പിന്നെ എല്ലാ ഫയലിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അത് കോപ്പി പേസ്റ്റ് ചെയ്യുകയില്ല ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ആ മെനു ഒരു സെപ്പറേറ്റ് ഫയലായിട്ട് കീപ്പ് ചെയ്തിട്ട് പിന്നെ അത് വേറെ ആവശ്യമുള്ള ഫയൽസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്. അതായത് നമ്മൾ തിരുത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഇപ്പോൾ menu.html-ൽ ഒരു പേര് മാറ്റണം അല്ലെങ്കിൽ ഒരു ലിങ്ക് മാറ്റണം, എന്തെങ്കിലും ഒരു തിരുത്തൽ വേണമെങ്കിൽ ആ menu.html-ൽ മാത്രം ചെയ്താൽ മതി. അതല്ലാതെ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഓരോടത്തും ക്രിയേറ്റ് എഡിറ്റ് ഡിലീറ്റ് എന്നാണ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിപ്പോൾ നാളെ ഇത് ക്രിയേറ്റ് മാറ്റി ആടെന്നാക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ഫയലുകളിലും, അതായത് ഈ എഴുതിയിരിക്കുന്ന എല്ലാ ഫയലുകളിലും പോയിട്ട് നമുക്ക് തിരുത്തേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ടെംപ്ലേറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്
എന്താ പറയുക, റിപ്പീറ്റായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു സെപ്പറേറ്റ് ഫയലാക്കി അത് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെ ഇൻക്ലൂഡ് പോലെ തന്നെ നമ്മൾ റീയൂസബിലിറ്റി എന്നുള്ള കാര്യത്തിന് വേണ്ടി തന്നെ ജാങ്കോ യൂസ് ചെയ്യുന്ന വേറൊരു ഫീച്ചറാണ് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ്. ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് നിങ്ങൾ പൈത്തണിൽ ഇൻഹെറിറ്റൻസ് നോക്കിയിട്ടുണ്ടാവും. ഊപ്സിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ പറയുന്ന സമയത്ത് ഇൻഹെറിറ്റൻസ് എന്താണെന്നുള്ളത് നോക്കിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഒരു ടെംപ്ലേറ്റ് വേണമെങ്കിലും ഇൻഹെറിറ്റ് ചെയ്യാം. ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്താണെന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഒരു ടെംപ്ലേറ്റ്സ് ഫോൾഡറിനകത്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, blank_layout.html. ഓക്കെ, അതായത് ബേസിക്കലി ഇത് ചെയ്യുന്നത് ഒരു ടെംപ്ലേറ്റിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് പുതിയൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നൊരു കാര്യമാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബ്ലാങ്ക് ലേഔട്ടിനകത്ത് ഞാനൊരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു, മൂവി പ്രൊജക്റ്റ്. ഓക്കെ, മൂവി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുത്തു. അതിനുശേഷം നമ്മളതിൽ ജസ്റ്റ് ഈ മെനു, ഇൻക്ലൂഡ് മെനു എന്നുള്ളത് ഇവിടെ ഇട്ടു. ഓക്കെ ഓക്കെ ബ്ലാങ്ക് ലൈവട്ടിനകത്ത് ആദ്യം ഞാൻ മൂവി പ്രൊജക്റ്റ് എന്ന് കൊടുത്തു. പിന്നെ ഇൻക്ലൂഡ് menu.html എന്നുള്ളത് ഇതിനകത്ത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഈ ബ്ലാങ്ക് ലേഔട്ട് HTML ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ create.html ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വരുന്നത് നോക്കാം. അതിനുവേണ്ടി ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞൊരു ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്റ്റെൻസ് ബ്ലാങ്ക് layout.html എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബ്ലാങ്ക് layout.html-നകത്ത് നമ്മൾ മൂവി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുത്തു, ഇൻക്ലൂഡ് menu.html കൊടുത്തു. അത് എക്സ്റ്റെൻസ് ചെയ്ത് നമ്മൾ create.html ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബ്ലാങ്ക് layout.html-ലുള്ള എല്ലാ കണ്ടന്റും ഓൾറെഡി തന്നെ create.html-ൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി നേരെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ മൂവി പ്രൊജക്റ്റ് വന്നു, ഇത് വന്നു. പക്ഷേ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് മിസ്സായിരിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ create.html-നകത്ത് എഴുതിയിരിക്കുന്ന ക്രിയേറ്റ് വരുന്നില്ല. അതായത് ഈ ബ്ലാങ്ക് ലേഔട്ട്.ലെ എല്ലാ കണ്ടന്റും വന്നു, പക്ഷേ create.html-ൽ നമ്മൾ ഇട്ടിരിക്കുന്ന കണ്ടന്റുകളൊന്നും വന്നിട്ടില്ല. അത് വരുത്താൻ വേണ്ടി ഒരു വഴിയുണ്ട്. ഈ നമ്മുടെ പേരൻറ്റിനകത്ത്, അതായത് ബ്ലാങ്ക് layout.html-നകത്ത് ഒരു കാര്യം ഇവിടെ എഴുതുക, ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ടാഗ് ഇവിടെ എഴുതുക. ബ്ലോക്കിനകത്ത് ഓക്കെ, ഇതിന് നമ്മൾ എന്തെങ്കിലും ഒരു ബ്ലോക്ക്, അതായത് ഒരു ബ്ലോക്ക് എന്നുള്ളൊരു സെക്ഷനേ ഉള്ളൂ. ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുത്തിരിക്കുന്നു. ബ്ലോക്കിനൊരു പേര് കൊടുക്കുന്നു, ബ്ലോക്ക് കണ്ടന്റ്. അതായത് നമ്മുടെ ബ്ലാങ്ക് layout.html-നകത്ത് നമ്മളൊരു ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ടാഗ് കൊടുത്തു, ബ്ലോക്ക് നെയിം കണ്ടന്റ്. പിന്നെ നമ്മൾ ആ ബ്ലോക്ക് എൻഡ് ചെയ്യാൻ വേണ്ടി എൻ ബ്ലോക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ശരിക്കും ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഡ് ബ്ലോക്ക് എന്നുള്ളൊരു മീൻ ചെയ്യുന്നുള്ളൂ. അതായത് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് ഇതിനകത്ത് നമ്മൾ എഴുതുന്നു എന്നുള്ളതാണ്. ആ ബ്ലോക്കിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ബ്ലോക്ക്. ഇവിടെ ബ്ലോക്ക് നെയിമാണ് കൊടുത്തത്. ഇവിടെ ഞാൻ കണ്ടന്റ് എന്ന് ഞാൻ പേര് കൊടുത്തതാണ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ബ്ലോക്ക് ഇന്ന സ്ഥലത്ത് ഇവിടെ ഈ ബ്ലോക്ക് എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ പ്ലേസ് യുവർ കണ്ടന്റ് എന്നുള്ളത് വന്നു. അതിനുശേഷം ഞാൻ create.html വരുന്നു. അതിനകത്ത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ ബ്ലോക്ക് തന്നെ, ഇതിനെ നമ്മൾ ഓവർറൈഡ് ചെയ്യുക എന്ന് പറയും. ഇതേ ബ്ലോക്ക് തന്നെ, അതായത് പേരൻറ്റിൽ കൊടുത്തിരിക്കുന്ന അതേ ബ്ലോക്ക് തന്നെ ചൈൽഡിലൊന്ന് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് ആ ബ്ലോക്കിനകത്ത് പ്ലേസ് യുവർ കണ്ടന്റിന് പകരം നമ്മുടെ കണ്ടന്റ് ഇടുക. ഓക്കെ, ഇപ്പോൾ നോക്കിയറിയാം. ഓക്കെ, അതായത് ക്രിയേറ്റ് വന്നിരിക്കുന്നു. നമ്മുടെ പേരൻറ്റ് ബ്ലോക്കിൽ എഴുതിയിരുന്ന പ്ലേസ് യുവർ കണ്ടന്റ് എന്നുള്ളത് ഓവർറൈഡ് ആയിട്ട് എന്താണ് നമ്മളുടെ ചൈൽഡിൽ എഴുതിയത് ക്രിയേറ്റ് എന്നുള്ളത് വന്നിരിക്കുകയാണ്. ബേസിക്കലി ഒരു ഇൻഹെറിറ്റൻസ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് നമുക്കൊരു പേരൻറ്റ് ലേഔട്ട് ഉണ്ടെങ്കിൽ ആ ലേഔട്ടിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓവർറൈഡ് ചെയ്യാൻ, അതായത് ചൈൽഡിന് ഓവർറൈഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് എല്ലാം സെപ്പറേറ്റ് ബ്ലോക്കുകളായിട്ട് എഴുതുക. നമുക്ക് എന്താണോ ഓവർറൈഡ് ചെയ്യേണ്ടത് അത് നമ്മുടെ ചൈൽഡിനകത്ത്
ഓവർറൈഡ് ചെയ്യേണ്ട ബ്ലോക്കുകൾ മാത്രം നമുക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ബ്ലോക്സുകൾ ഇങ്ങനെ എഴുതി. ഇപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാൻഡേർഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ബ്ലോക്കേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ പേരൻറ്റിനകത്ത് മാറ്റേണ്ട വേറെ, ചൈൽഡിനകത്ത് മാറ്റേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും അതും നമുക്ക് സെപ്പറേറ്റ് ഒരു ബ്ലോക്കിനകത്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ create.html പോലെ തന്നെ നമുക്ക് എഡിറ്റിനകത്തും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ edit.html അവിടെ ഞാൻ എക്സ്റ്റെൻസ് blank.html എഴുതുന്നു. ഈ എഡിറ്റ് എന്നുള്ളത് ഒരു കണ്ടന്റ് ബ്ലോക്ക് അകത്ത് എഴുതുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എൻ ബ്ലോക്ക് കണ്ടന്റ് എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് ആ പേര് തന്നെ വെച്ച് കൊടുക്കുന്നത്. വെറുതെ എൻ ബ്ലോക്ക് എന്ന് ഇട്ടാലും മതി. ഓക്കെ, ബ്ലാങ്ക് ലേഔട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കിപ്പം ക്രിയേറ്റും എഡിറ്റും ലിസ്റ്റും എഴുതിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്കൊരു പേരന്റ് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാം. ആ പേരന്റ് ലേഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻഹെറിറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചൈൽഡ് ലേഔട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ, ഒരു വെബ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ മെനു ഹെഡറും എല്ലാം സെയിം ആയിരിക്കും അല്ലേ? അതിനുശേഷം നമുക്ക് ചിലപ്പോൾ മിഡിലിലെ കണ്ടൻറ്റ് മാത്രമായിരിക്കും മാറ്റേണ്ടി വരത്തുള്ളൂ. അപ്പോൾ നോർമലി ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്യും. ആ ലേഔട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ പോർഷൻസ് ആണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് മാത്രം നമ്മളൊരു സെപ്പറേറ്റ് ബ്ലോക്കുകളാക്കും. എന്നിട്ട് അതിലായിരിക്കും ഈ പറയുന്ന അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിലായിരിക്കും പുതിയ പുതിയ ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ ഒരു ടെംപ്ലേറ്റ് റീയൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തവണ ചെയ്ത സംഭവം റിപ്പീറ്റായിട്ട് വീണ്ടും ചെയ്യാതിരിക്കുക എന്നൊരു പ്രിൻസിപ്പിളിനാണ് ഇങ്ങനെ നമുക്ക് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് ആണെങ്കിലും ഇൻക്ലൂഡ് ആണെങ്കിലും എല്ലാം യൂസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഈ സെക്ഷനിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന 3 ടോപ്പിക്സ് ആയിരുന്നു. URL ഹാൻഡിൽ ചെയ്യുന്നത്, ഇൻക്ലൂഡ് ടാഗിങ് എന്താണ്, ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ്. അടുത്ത സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിക് ഫയൽസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ.